മണാലി സ്റ്റൈൽ കല്യാണം ഒന്ന് ചെയ്താലോ? ഇത് വൈബ്രേറ്റ് ആകുതാ ഉള്ള ബൊമ്മയാ ബൊമ്മ കഷ്ടം. வேற நிப்பாட்ட விட மாட்டாங்கடா. போ 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 ஒன்றும் பிரச்சனை இல்லை. இண்டிகோ மொதல் ஃப்ளைட் எக்ஸ்பீரியன்ஸ். कृपया अपनी सीट पर बैठें और सीट बेल्ट खोलें. धूम्रपान और इलेक्ट्रॉनिक उपकरणों या मोबाइल फोन का प्रयोग करना वर्जित है. Refueling is in progress for this aircraft and we ask you to remain seated with your seat belt open. Smoking and using electronic equipment or mobile phones is prohibited. No politics, no politics. नमस्कार. अपनी यात्रा को शीघ्र शुरू करने फर्स्ट फ्लाइट आप अपने बड़े एक्सपीरियंस बैग्स को ऊपर वाले और छोड़ो इस तरह सर के ऊपर से पहन लें. अब स्ट्रैप को सामने से बकल में डालें और एडजस्ट करें. रक्षा जैकेट को फुलाने के लिए लाल टैब्स या टैब को ऐसे खींचें और अधिक फुलाने के लिए to initiate oxygen flow. Cover your nose and mouth and breathe normally. Ensure your mask is secured before helping others. There are ரன்வேல ஏற போகிறோம். ஏறப்போகிறோம் இறங்குறது கட்டுறேன். ஓ சாரி, ஏற போகிறோம். புல்வி படத்தில் மாதிரி முருகா 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 முருகா. கத்தாத எல்லாருக்கும் கேட்கும். டர்புலன்ஸ். நட்ட போல்ட்ட பார்க்குறியா? ஏரோநாட்டிக்கல் இன்ஜினியர். அதுதான் ஐசிஎம்டி. அப்படின்னா கேபின் மேனேஜ்மெண்ட் இருக்குல்ல, ഒന്നുകൂടെ പറ. ஐசிஎம்டி 11MH. ഒന്നും മനസ്സിലായില്ല. ഡിസ്പ്ലേ இருக்குல்ல, ஆமாம். அது மற்ற பிளெயின் சாணானா மொத்தத்தில்? அதில் அவருக்கு கேபின் க்ரூ வந்து கண்ட்ரோல் பண்ண முடியும். ஹலோ கைஸ்,
കുറേ കാലത്തിന് ശേഷം. ഐ തിങ്ക് വയനാടിൻ്റെ ഒരൊറ്റ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. അതിന് ശേഷമുള്ളത് ഇതുവരെ എഡിറ്റ് ചെയ്തിട്ട് പോലുമില്ല. പിന്നെ കല്യാണത്തിരക്കും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയി. അതിനും കിടക്കുന്നുണ്ട്. ഞാൻ ഇടുമെന്നറിയില്ല. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ആയിരിക്കും അതിന് മുമ്പ് വരിക. അപ്പോൾ ഇതിനൊരു ഇൻട്രോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് എയർപോർട്ടിൽ നിന്ന്. പക്ഷേ എയർപോർട്ടിൽ ഒന്നാമത്തത് ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആങ്ഷ്യസ്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെക്കിങ് പരിപാടി ഒക്കെ ആയിട്ട് എൻ്റെ കൂടെ ഉള്ളവരിൽ തന്നെ എന്നെ ഭയങ്കര പേടിപ്പിച്ച് വിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഡൽഹിയിലാണ്. നമ്മൾ മണാലിക്കാണ് പോണേ. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങളിപ്പോൾ നമ്മളെപ്പോഴാണ് എത്തിയേ? എവിടെ? 10:45 ലാൻഡ് ചെയ്തു. നമ്മൾ റൂമെത്തുമ്പോൾ അത്യാവശ്യം 1 മണി. ഞങ്ങളൊരു 10-10:45 ആകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടുത്തെ 1 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് പിന്നെ ആക്ച്വലി ഒരു ഇൻട്രോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ കുറേ ആയിട്ട് വ്ളോഗ് എടുക്കാത്ത കാരണം എനിക്ക് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോയി. പിന്നെ അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ആകെ മട്ടയായി. കാരണം ഐ തിങ്ക് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ അലച്ചലും പരിപാടികളുമാണ്. അത് കഴിഞ്ഞ് ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ ഫുൾ ലോങ് ട്രാവൽ. ഇന്നലെ മൊത്തം സിറ്റിങ്ങിൽ കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈ വരെ സിറ്റിങ്ങിൽ ആകെ മൂഞ്ചിയ അവസ്ഥ. ഇപ്പോഴും പകുതി ബോധമില്ല 2 പേർക്ക്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾക്ക് രാത്രി വോൾവോ ബസ്സാണ്, അതും സിറ്റിംഗ് ആണ്. എന്നിട്ട് നേരെ മണാലി പോയിട്ട് ബാക്കി മോസ്റ്റ്ലി ഇനി മണാലി എത്തിയിട്ടേ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. പിന്നെ ഡൽഹിയിൽ എവിടെ കണ്ടാലും ആരെ കണ്ടാലും ഒരുമാതിരി പിക്ക് പോക്കറ്റ് അടിക്കുന്ന ആൾക്കാരെ പോലെയല്ല. അതുകൊണ്ട് ക്യാമറയും മൊബൈലും എന്നെ പുറത്തെടുക്കാൻ ഇവിടെ ഒരുത്തൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ റിസ്ക് എടുക്കണേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇനി മോസ്റ്റ്ലി അവിടെ എത്തിയിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം. ബട്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ മെയിൻ ചേഞ്ച്, കല്യാണം കഴിഞ്ഞു. എന്തേലും തോന്നുന്നുണ്ടോ മിസ്റ്റർ? ഹൗ ഡു യു ഫീൽ? ഹായ് സർ. ഓൺ എ സീരിയസ് നോട്ട് ബ്രോ. ഒഫീഷ്യൽ. എന്തൊഫീഷ്യൽ? ഒഫീഷ്യലായി അത്രേ ഉള്ളൂ. കാര്യമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ട്രിപ്പ് പോകുമ്പോൾ പേടിക്കാതെ അങ്ങ് പോവാം. കൂടുതൽ അങ്ങോട്ട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവർ ഒരുമാതിരി നോട്ടവും പരിപാടിയൊക്കെയാണ്. ഇപ്പം നോട്ടം ഉണ്ടാവും, ബട്ട് നമ്മൾ ഒഫീഷ്യലായതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് പേടി വേണ്ട, പ്രത്യേകിച്ച് നോർത്തിൽ വന്നതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കല്യാണത്തിൻ്റെ ടയേർഡ്നെസ് ഇതുവരെ ആർക്കും മാറിയിട്ടില്ല. 2 പേരുടെയും മുഖം കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും. ഐ തിങ്ക് നമ്മൾ ഗോകർണിക്ക് ശേഷം നമ്മൾ 2 പേര് മാത്രമായിട്ട് എടുക്കുന്ന വ്ളോഗ് ഇതല്ലേ? ഗോകർണ ഐ തിങ്ക് നമ്മുടെ ഫസ്റ്റത്തെ വ്ളോഗ് അല്ലേ? ഫസ്റ്റ് വ്ളോഗ് ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു. ഐ തിങ്ക് കല്യാണം കഴിഞ്ഞിട്ടും ഫസ്റ്റത്തെ വ്ളോഗ് ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രമായിട്ടാണ്. ഇനി വയനാടിനൊന്നും എഡിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല. ഇല്ല, ഐ ട്രൈ മൈ ബെസ്റ്റ്. കാരണം വയനാടിൻ്റെ ഐ തിങ്ക് 2nd and 3rd വീഡിയോസ് കുറച്ച് ഫണ്ണാണ്. കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഫണ്ണ് കണ്ടൻ്റ് ഉള്ള 2 സാധനമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്നെക്കൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ. നോക്കാം, ലെറ്റ്സ് സീ. മേ ബി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടാൻ ശ്രമിക്കുന്നതാണ്. സോ ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു ക്യാബ് ഇട്ടിട്ട് വിൽ ബി ഗോയിങ് ടു കശ്മീരി ഗേറ്റ് അല്ലേ? അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ രാത്രി വോൾവോ ബസ് എടുത്തിട്ട് വി ആർ ഗോയിങ് ടു മണാലി. അവിടെ പോയിട്ട് ഇനി എന്താ അവസ്ഥയാണാവോ. ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, തെർമൽസ് മാത്രമാണ് ഇട്ടിട്ടിരിക്കണേ. തണുത്തൊരു പരിവായി വരുമ്പോൾ തന്നെ ട്രെയിനിൽ ഇവിടെ നല്ല തണുപ്പുണ്ട്. ബട്ട് നോക്കാം. ഇനി മോസ്റ്റ്ലി അവിടെ എത്തിയിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. സോ അൺടിൽ ദെൻ ബൈ. दिल्ली से मनाली जा रहा हूँ. हिंदी में बोलो. हिंदी स्पोकन हिंदी. മണാലി പോവാണ്. ബസ് കയറി പറയാം. हम
से मनाली जा रहा हूँ बस में कल देखूँगा। വാച്ച്മാൻ ലയറി ദുരന്തർ ദുരന്തർ ദുരന്തർ. നമ്മളിവിടെ എത്തി ഗൈസ്. ഇനി എപ്പോഴാണ് നമ്മൾ ഇറങ്ങുക? എത്ര സമയം? ഹാഫ് ആൻ അവറിലാണ് നമ്മൾ ഇറങ്ങും. ഇറങ്ങിയിട്ട് നേരെ റൂമല്ലേ? അറിയില്ല. ചിക്കൻ ടൈം 12 മണി. എത്ര മണി? 12. ക്യാബ് ഡ്രൈവർ 12 മണിക്കോ ചിക്കൻ? അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് നേരെ ഔട്ട്പുട്ട് ഇല്ലാതെ എങ്ങനെ ഞാൻ ഇൻപുട്ട് ആക്കും? അവിടെ ബാത്റൂം ഉണ്ടാവും. ഹോപ്പ്ഫുള്ളി ഒരു ബാത്റൂം കിട്ടിയാൽ കൊള്ളായിരുന്നു. തണുപ്പ് ഇവിടെ നിനക്ക് നല്ല തണുപ്പുണ്ടല്ലേ? എനിക്ക് അത്ര അറിയുന്നില്ലേ ഇറങ്ങിയിട്ടുള്ള അവസ്ഥ എന്താണോ എന്തോ. ദൂരത്ത് നിന്ന് സ്നോ കണ്ടില്ലേ? തിരിച്ചു പോവല്ലേ? അയ്യോ, ഇറങ്ങിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. തണുപ്പ് എങ്ങനെയുണ്ട് സർ? ബേസിക്കലി ദുരന്തരാണ്, അതുകൊണ്ട് തണുക്കണമെന്നില്ല. കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ അറിയാം അവസ്ഥ. എങ്ക കൈ വലിയ പോയി ദുരന്തർ പാപ്പ. മിക്കവാറും ഞാനിപ്പോൾ തന്നെ എൻ്റെ മൂക്ക് ജോക്കർ പോലെ ആവും. അജാതി തണുപ്പാണ്. ഓ മൈ ഗാഡ്. ഗ്ലൗസ് വാങ്ങി தொலைய. அங்கிருந்தே வாங்கிட்டு வந்திருக்கலாம். அப்பயே சொன்னேன், கேட்டியா? ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ ഡൽഹിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഇവിടെ വന്ന് മേടിക്കാനായി. പക്ഷെ ഇവിടെ ഇറങ്ങിയിട്ട് പാകപ്പെട്ട അവസ്ഥയാണ് ഗൈസ്. ഞങ്ങളുടെ ഡ്രൈവർ വരണം. ബാക്കി നമ്മൾ കാറിൽ കയറി അപ്ഡേറ്റ് ചെയ്യാം. കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങണം. നല്ല വടക്ക് നമ്മുടെ ചേട്ടൻ വന്ന് നമ്മളെ പിക്ക് ചെയ്തു പോകും. അമ്മേ, ഒറിജിനൽ ഇട്ട പോലെയാണ് ചെങ്ങായി ഓടിക്കണ വണ്ടി. ഇവിടുത്തെ റോഡൊക്കെ കാണാൻ തന്നെ പേടിയായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ വളയ്ക്കാനൊന്നും തിരിക്കാന്നൊക്കെ കാണണം. എവിടെയെങ്കിലും പിടിച്ചിരുന്നില്ലെങ്കിൽ പണിയാവും. ഈ പുള്ളിക്കാരൻ वो भी ऊपर ही मिलेगी, मतलब ऊपर जैसे। वो कितना है इसमें ड्रेस? वो सस्ती होती है सर, 250 रुपए पर पर्सन होता है, मतलब 250 पर पर्सन। ओके ओके। उसमें बूट भी मिलेगा, स्कूल ड्रेस भी मिलेगा। वो कंपलसरी है मैंडेटरी? वो ऐसा होता है ना सर, उसमें मतलब आपके ना कपड़े गंदे होंगे और ऊपर ठंड भी होती है। ऊपर से अगर बारिश वगैरह कुछ भी हो जाए तो बचे रहेंगे, आप सेफ रहेंगे। जूते फट जाते हैं इधर भाई, अगर बर्फ लग गई ना जूतों को तो यहाँ पे 1 महीने से ज्यादा नहीं टिकता है जूता। ലിയോ ദാസിന്റെ വീട് ऑफ रोड है भाई।
നമ്മളെവിടെ പോയാലും ഓഫ് റോഡ് വിടുന്ന ലക്ഷണമില്ല. ഒന്നില്ലേ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ. സീനാണ്. और उधर लोकल साइड 4 बजे है ना? 2 4 घंटे का होता है, 2 बजे रेडी होता है. ठीक है. हाँ 2 മണിക്ക് റെഡിയാ. बाकी घूमना होगा तो ये और चढ़ेगी का नीचे अच्छा होगा तो देख लेना आपने. നമ്മുടെ പ്ലേസ് എത്തി ഗൈസ്. റൂം കിട്ടാൻ ലേറ്റാവും. അതുകൊണ്ട് ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുക. പാവം. അറ്റ് ലാസ്റ്റ് നമുക്ക് റൂം കിട്ടി. സോ റൂം ഞാൻ കാണിച്ചു തരാം. റൂം അടിപൊളിയാണ്. നമ്മൾ കയറി വന്നു. ഇവിടുന്ന് കയറി വന്നുകൊണ്ട് ബാത്റൂമാണ്. ഹെയർ ഡ്രയറൊക്കെ ഉണ്ട്. ഹെയർ ഡ്രയറൊക്കെ ഉള്ള ബാത്റൂം ആദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുളിച്ചുകൊണ്ടേ നമുക്ക് വ്യൂ ആസ്വദിക്കാം. ഇവിടെ നോക്ക്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രിഡ്ജ് ഉണ്ടോ? ഇല്ല. ലിയോദാസ് ചെയറൊക്കെ തന്നിട്ടുണ്ട്. ലിയോദാസ് 144p ഇരിക്കുന്നുണ്ട്. We have a balcony. അടുത്തുള്ള വീട്ടുകാരുടെ അടുത്തൊക്കെ ഇന്ന് സംസാരിക്കാൻ പറ്റും. പുറത്ത് വെയിലടിക്കുന്നതുകൊണ്ട് കുറച്ച് ചൂടുണ്ട് ഇപ്പോൾ. അതാണ് നമ്മുടെ റൂം ടൂർ. ഇനി നമ്മുടെ പ്ലാൻ 2 മണിക്ക് നമ്മുടെ ബയ്യ വരും ഊർ സുത്തി കാണിക്കാൻ. ബിട്ടുബായ് അല്ല, ബിട്ടു നമ്മുടെ ബസ്സിത്തെ ബയ്യ. യാ, അപ്പോൾ വിനയ് ചേട്ടൻ, വിനയ് ബായ് വരും. പുള്ളിക്കാരൻ 2 മണിക്ക് എത്തും. അപ്പത്തിനും നമ്മൾ റെഡി ആയിരിക്കണം. സൺസ്ക്രീൻ ഓൾറെഡി ആമാം. സോ കുളിച്ച് റെഡി ആവണം. അതാണ് പ്ലാൻ. യാ, അവിടെ ഹോട്ടൽ ബലൂൺ നോക്ക് മേലെ. കാണുന്നുണ്ടോ? തണുത്തിട്ട് കൈയൊന്നും വർക്കാവണില്ല. സോ ദാറ്റ്സ് എ പ്ലാൻ. ഇവിടെ കാപ്പി ഉണ്ടാക്കാൻ വല്ലതും ഉണ്ടോ നോക്കട്ടെ. കുടിച്ചിട്ട് നൈസായിട്ട് കുളിയൽ പരിപാടി നോക്കണം. കുളിക്കുന്നുണ്ടോ നീ? ബാക്കി നീ കുളിച്ച് റെഡി ആയിട്ട് കാണാം. ഓക്കെ, ബൈ. എന്നാ പോലാണ്? ദിവ്യ. डाउन होता है पुल. हाँ हाँ हाँ. എന്റെ മുടി കൈയിടും.
जगह का नाम है बानूपुल। ബാണുപുൽ. हाँ जी। ഓൾമോസ്റ്റ് 2:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ എവിടെയാണ് പോണേ? അടിമ്പ ടിംബ അടിമ്പ ടിംബ ടെമ്പിൾ പോവാണ് രണ്ടുപേരും. അറിയാതെ മാച്ചിങ് ആയി പോയി അല്ലേ കുറച്ച്. ഇനി ബാക്കിയുള്ള പരിപാടികൾ അവിടെ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ്. ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങുന്നുണ്ട്. മേ ബി എന്തേലും പോകുന്ന വഴി കിട്ടുവാണെങ്കിൽ കഴിക്കാം. ബാക്കി ഞാൻ അവിടെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ബൈ. getting dressed up. മണാലി സ്റ്റൈൽ കല്യാണം ഒന്ന് ചെയ്താലോ? ആ ബാഗിലിടാന്നില്ലേ കണ്ണാടി? താ വേണം. കണ്ണാടി പോട്ട് എടുക്കക്കൂടാതിരാ. அதெல்லாம் தெரியாதுடா. ஃபோன் எங்க? அது கவர் பண்ணிடுவாங்க, எடுத்துரு. என் ஃபோன் மட்டும், உன் ஃபோன் வச்சிரு. रैबिट पकड़ेगा रैबिट? हाँ भाई पूरे बोले दिन वहाँ से ना ये बोलूँ मैं कौन आने तुम खाए फिर कुत्ता ये ना क्यों ना दिन वहाँ ये नहीं बोले कोई नहीं ये बोले कोई नहीं ना बुझा இது வைப்ரேட் ஆகுதுடா உள்ள. பொம்மையா? பொம்மையா உண்மையா? இது உண்மைடா. போட்டோ எடு அப்படியே ஒண்ணு. भैया फोन में डाल टी बढ़िया போதல்ல. टेस्ट നന്നായിണ്ടാ? അപ്പിയറൻസ് ഇസ് ഡിസെപ്റ്റീവ് ബ്രോ. നമ്മൾ ഹഡിംബ ടെമ്പിളിൽ പോയി. ഉള്ളിലേക്കൊന്നും കയറിയില്ല, കാരണം അവിടെ ദർശനത്തിന് ലൈനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. സോ നമ്മൾ ഉള്ളിൽ പോയില്ല, പുറത്ത് പോയി. പിന്നെ കുറച്ച് മറ്റേ മണാലി ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ, അടുത്തുള്ളൊരു കഫേയിൽ കയറി. ഇനി ഇവിടുന്ന് നമ്മുടെ ഡ്രൈവർ പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്കായിരുന്നു പോകേണ്ട അടുത്തെന്ന് പറഞ്ഞാൽ ഏതൊരു 3-4 പിറ്റ് സ്റ്റോപ്പ് ലോക്കലായിട്ട് കാണാനുള്ളത് എങ്ങാണ്ടാണ് ആൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഐ മീൻ അവരുടെ പ്ലാനിലുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഏതിനോ പോകാനുള്ള സമയമായി പറഞ്ഞ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് എവിടേക്കാണ് പോകണേന്ന് അറിയില്ല, പോയിട്ട് ബൈക്ക് അപ്ഡേറ്റ് ചെയ്യാം. വന്നപ്പോൾ തൊട്ട് നമ്മൾ ചായ കുടിച്ചിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ ഞാൻ കയറിയ കഫേയിലൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊള്ളില്ല. എടാ ഇവിടെ ജിഞ്ചർ ടീ പിന്നെയും ബെറ്റർ ആയിട്ടുണ്ടാവാന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്ത, പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, സാധനം കൊള്ളില്ല. തണ്ണിയാ പാലാനേ തരില്ല അല്ലേ? മോമോസ് എങ്ങനെയുണ്ട്? അത് കൊള്ളാല്ലേ?
இது ஒன்று ஸ்டீம்டு சொல்லியிருந்தோன்னா அதோட நல்லா இருக்கும். யோசிச்சேன் ஸ்டீம் சொல்லலான்னு, பரவாயில்ல. മൊമോസ് വെച്ച് നോക്കാം. ഞാൻ ആദ്യം വെച്ച ദോശയുടെ ചമ്മന്തിയാണ്. இது அப்படி தான் இருக்குது எல்லாமே, 3மே சம்மந்தி மாதிரி தான் இருக்குது. മോമോസ് കൊള്ളാം. ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ ആക്ച്വലി സ്നോ ഉണ്ട്, ഇവിടെയും കാണുന്നില്ലേ. ഈ സ്നോ ആക്ച്വലി ബാക്കിലോട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവോ? സമയമുണ്ടോ? നോക്കാം, ഒരു ഫോട്ടോ കിട്ടുവാണെങ്കിൽ എടുക്കാമല്ലോ. ഓക്കെ, ബൈ. அது ஏதோ மாடு. നമ്മുടെ ഹദിമ്പയാണോ ഹഡിമ്പയാണോ എന്തോ ഒന്ന്, ഏതോ ഒന്ന്. അത് ഇത് പിടിച്ചോ. അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞേ? വാൻ വിഹാർ എന്ന് പറയുന്ന ഒരു പാർക്കാണ്. ഇതിനകത്ത് ചുമ്മാ മരങ്ങളും പരിപാടിയും മാത്രമേ. ഫോറസ്റ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി. ഇവിടെ എൻട്രി ഉണ്ടായിരുന്നു ഒരു 40 രൂപ. 50 ഓക്കെ, 50. കാര്യമായിട്ട് പക്ഷേ ഇവിടെ കാണാൻ മാത്രമല്ല, കുറേ പാർക്ക് പോലെ സ്ലൈഡും ഊഞ്ഞാലും പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. അതെ, പക്ഷേ ചുമ്മാ കയറി. ഇനി നമ്മൾ ഇവിടുന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മൊണാസ്ട്രി ഉണ്ട് എന്നല്ലേ പറഞ്ഞേ? ആ മൊണാസ്ട്രി, ടിബറ്റൻ മൊണാസ്ട്രി അതുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ടിബറ്റൻ മാർക്കറ്റും മാൾ റോഡും ഇതൊക്കെ അടുത്തടുത്താണ്. സോ ഇന്നത്തെ പരിപാടി ഇവിടെ തന്നെ എല്ലാം തീരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഞാൻ ബാക്കി അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുവരേക്കും സന്ദീപ് കാത്തിരുങ്ങൾ. നമ്മൾ ആക്ച്വലി വരാൻ പ്ലാൻ ചെയ്തത് ഈ മൊണാസ്ട്രി, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. പൂട്ടിച്ചേക്കുമല്ലേ? அவன் எப்படி எடுப்பான்? பார்த்துடா, வண்டி வருது. தெரியலையே. ഇവിടെ എൻട്രി ഒന്നുമില്ല. ഇതാണ് ബുദ്ധിസ്റ്റ് മോണസ്ട്രി. വെറും ബുദ്ധിസ്റ്റ് മോണസ്ട്രി തന്നെയാണോ പേര് ഇതിൻ്റെ? ఫస్ట్ ఆఫ్ ఆల్ అన్ని పడతాయా? അവിടെ മേലെ നോക്ക്, വെയിലടിച്ചിട്ട്. ബുദ്ധർന്ന് ഓർത്തല്ല, யாரோ புத்தர் சிலை இருக்கா. അപ്പുറത്തേക്ക് കിടക്കാൻ വഴിയില്ലടാ. அப்படிதான் போகணும். எப்படி போனாங்க அங்கன்னு தெரியல. ஆனா
ഇവിടെ ഒരു ബുദ്ധൻ ഇരിക്കുന്നുണ്ട് നോക്കാം. ഉങ്ങാളുങ്ക വേറെടാ, ഉങ്ങാളുങ്ക വേറെ നാമത്തെ പോടെ. ഇതൊക്കെ സ്നോ ആണ്, കണ്ടാ തോന്നില്ലെങ്കിലും. டேய் இங்க எங்கடா? ஷூஸ் வர ஷூஸ்லாம் நல்லா இருக்கு. ഇതൊക്കെ ടോപ്പാണോ? അവിടെ അവിടെ ഇതൊക്കെ അതേ അങ്ങനത്തെ റേറ്റ് തന്നെ പറയുമായിരിക്കും. എത്രയാണ് ഭയ്യ അടുത്ത്? कितना? 1200. ഇരുന്നൂറ് മുന്നൂറിനൊന്നും ഇവിടെ സാധനങ്ങളല്ലേ, നമ്മൾ അതും പ്രതീക്ഷിച്ചല്ലേ വന്നേ. ആ പക്ഷെ അതേപോലത്തെ അല്ലേ ഞാൻ ഇട്ടേക്കുന്നത്, അതാണ് ഞാൻ നോക്കുന്നത്. ഉണ്ടോ ഈ സൈഡോ? എല്ലായിടത്തും സെയിലാണല്ലോ, എല്ലായിടത്തും സെയിലുണ്ടല്ലോ പറയാം. മോൾ റോഡിൽ വന്നിട്ട് മോളേ ഇല്ല. അതൊന്നും എനിക്കറിയില്ല. എല്ലാം മോളാ? മാളുകൾ കുറേ കടകളില്ല. അത് ശരി. ഇതെടുക്കട്ടാ? मैग्नेट കുറവാടാ പക്ഷേ फ्रेश पीस എടുക്കുന്നു भैया ये कितना है? ये 80 रुपीस का है। 80? यस, उसमें फ्रेश पीस है? फ्रेश मिल जाएगा। हाँ कितने चाहिए? एक पीस, वन पीस। एक நல்லா இருக்குடா அந்த வைப்பு. வா ஒன்று எடுக்கிறேன். போன விடு. அவர்கிட்ட கேளு 2-3 நாளில் ஏதாச்சும் ஸ்னோ எக்ஸ்பெக்ட் பண்ணுறாங்களான்ட்டு. நாளைக்கு ஏதாவது ஸ்னோ எக்ஸ்பெக்ட் பண்ணுறாங்களான்னு சொல்லி. भैया कल और परसों कुछ स्नो आएगा क्या? कुछ कल है स्नो मैम। हाँ ऊपर स्नोफॉल की मतलब स्नो देखनी है। स्नोफॉल स्नो देखने पड़ेंगे, मतलब फॉल नहीं होगा। फॉल नहीं होगा, स्नो तो हाँ। काफी है ऊपर सोलांग में ना, हाँ, टनल में उससे ज्यादा है, नॉट पोर्टल में। स्नोफॉल किस स्नोफॉल टाइम हुआ पे था अभी 23 तारीख को हुआ था ना, होगा? 23 जान डेट को हुआ था उस टाइम हाँ स्नोफॉल।